ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാ. ഇതിപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ. സോ നമ്മൾ 2 ദിവസത്തേക്ക് ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കാട്ടിൽ, ഒരു ക്യാബിനിൽ. സോ അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി പോവാണ് അങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇന്നലെ തന്നെ നമ്മൾ ഇന്ന് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ കാറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബോക്സിലാക്കിയിട്ട്. നമ്മുടെ ബാക്കിൽ കിടപ്പുണ്ട്. പിന്നെ ബാഗിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചുള്ളൂ. ബാക്കിയെല്ലാം ഇന്നലെ തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് നമുക്ക് എളുപ്പമുണ്ടല്ലോ, രാവിലെ എല്ലാം കൂടെ എടുത്ത് വെക്കാനുള്ള തറപ്പാടില്ലല്ലോ അങ്ങനെ. സോ ഇന്നിപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടല്ലേടാ. ഇന്ന് എത്രയുണ്ട്? ഇപ്പം ഇവിടെ -something ആണ്, -2 അത്ര എങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത് -18 ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫീൽഡ്സിലേക്ക് അതിലും കൂടുതലായിരിക്കും. ഞങ്ങൾ ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ 4th month ആനിവേഴ്സറി ആണ്. 4 മാസം ഞങ്ങളുടെ കല്യാണം ഒഫീഷ്യലായിട്ട് കഴിഞ്ഞിട്ട്. അതും കൂടെ കൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. കിരണാണ് എല്ലാം ബുക്ക് ചെയ്തേക്കുന്നത്, ക്യാബിനാണ് ബുക്ക് ചെയ്തത്. സോ ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി വെളുപ്പിന് ഇറങ്ങാനായിരുന്നു ഇരുന്നത്. വെളുപ്പിന് ഒരു 7-7:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ മാപ്പിൽ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ 4.5 മണിക്കൂർ കാണിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഹൈവേ അവോയ്ഡ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ലൊക്കേഷൻ ഇട്ടിരുന്നത്. അപ്പോൾ 4.5 മണിക്കൂർ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നേരത്തെ പോകണമല്ലോ. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, ക്രിസ്മസ് ആവുന്നതിന് മുന്നത്തെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും, എല്ലാവരും ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ട്. സോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരത്തെ അലാമൊക്കെ വെച്ച് ഞാൻ എണീറ്റു. കിരൺ ലേറ്റായിട്ടാണ് എണീറ്റത്. ഞാനൊരു 6:30 ആയപ്പോഴത്തേക്ക് എണീറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി റെഡിയായി. എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പം 2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് 2.5 മണിക്കൂർ എൻ്റെ ഫോണിൽ കളിക്കുന്നുള്ളൂ, നിൻ്റെ ഫോണിലൂടെ നോക്കുമ്പോൾ നമ്മൾ 2 നോക്കുമ്പോൾ 2.5 മണിക്കൂർ തന്നെ. അപ്പോൾ എൻ്റെ ടോളല്ല ഹൈവേ ഞാൻ ഓൺ ചെയ്തിരുന്നത് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ പതുക്കെ ഇറങ്ങാം. സോ ഞങ്ങൾ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. ഒരു 11 o'clock കഴിയുമ്പോഴത്തേക്ക് അവരും വീട്ടിൽ കാണും. സോ ആ സമയം ആയതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് അവരെയും കൂടെ കണ്ടിട്ട്, സ്കാബ്രോയിലാണ് അവരുടെ വീട്, അവരെയും കൂടെ കണ്ടിട്ട് ഞങ്ങൾ ഡെസ്റ്റിനേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ഇത് കണ്ട് ഇവിടെ എല്ലാം മഞ്ഞാട്ടോ. ഇന്നലെ നന്നായിട്ടൊന്ന് മഞ്ഞ് പെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. ഇന്നിപ്പോൾ മഞ്ഞൊന്നുമില്ല, നല്ല വെയിലുണ്ടോ. അതാണ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. നല്ല വെയിലാണ്, കണ്ണിങ്ങനെ അടിച്ചു പോവുക ഈ മഞ്ഞിൻ്റെ റിഫ്ലക്ഷനും കൂടെ അടിച്ചിട്ടേ. അതുകൊണ്ടാണ് വെച്ചേക്കുന്നത് ഷെയ്ഡ്സ്. അങ്ങനെ ഇത് കണ്ടോ, തലയിലൊരു സാധനമൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്ക് എടാ കാറിൽ തണുപ്പൊന്നും ഇല്ലടാ, നീ ഇത് വേണം മാറ്റിക്കോ. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത്. അപ്പം അത് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടമായി, ഭയങ്കര സോഫ്റ്റ് അല്ലേ ഫറൊക്കെ വന്നിട്ട്. അപ്പം അതുകൊണ്ട് പുറത്തെപ്പോൾ ഇപ്പം ഇത് വെക്കും. കാറിൽ ഇത് പോലും മാറ്റുന്നില്ല. കണ്ട് ഗൈസ്, അതാണ് അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അത്രയ്ക്ക് ആയിപ്പോയി. അതാണ് ഇന്നലത്തെ ക്ലൈമറ്റ് ഡ്രോപ്പ് ആയപ്പോൾ വന്ന മഞ്ഞാണ് ഈ കിടക്കുന്നത്. വലുത്ത് പോയിട്ടില്ല, കുറച്ചൊക്കെ പോയിട്ടുണ്ട്, ഒരു സോൾട്ടൊക്കെ ഇട്ട്. എന്നാലും ഫുള്ളായിട്ടൊന്നും വലുത്ത് പോയിട്ടില്ല. ഞങ്ങൾ പോകുന്നിടത്തും ഇതേപോലെ തന്നെ മഞ്ഞ് ഉണ്ടാവാനാണ് ചാൻസ്. എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ നമുക്ക് അറിയത്തില്ല. പൈലപ്പായി കിടക്കുവാണോ അതോ അവർ സോൾട്ടൊക്കെ ഇട്ട് കളയുന്നുണ്ടോ എന്ന് അവിടെ പോയാലേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മളിനി എവിടെയാണോ എത്തുന്നത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇനി ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതുവരേക്കും ടാറ്റാ. ജിലുവിൻ്റെ വീട്ടിൽ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ ക്യാബിനിലോട്ട് പോവുകയാണ്. ഞങ്ങളൊരു ഷോപ്പിൽ കയറി 2 സാൻഡ്വിച്ചും 1 ഡൊറീറ്റോസും പിന്നെ ഇത്രയും വേറെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഇവിടെ തലയിൽ അതൊക്കെ വെച്ച് നിൽക്കുന്നുണ്ടോ ക്യൂട്ടി. എഞ്ചെന്ന് വെച്ചിട്ട് എടുക്കണോ? ഡിപ്പാണ് ഇത് കഴിക്കും, ഡോറിറ്റോസ് കഴിക്കാനുള്ള ഡിപ്പ്. ഒരു ഡയറി മിൽക്ക് എടുത്താലോ, ചെറുത് കിട്ടിയാൽ. നമുക്ക് ഐസ്ക്രീം കണ്ടിട്ട് സൈക്കിളിലേക്ക്. എനിക്കിപ്പോൾ ഇറങ്ങിയപ്പോൾ ശരിക്കും തണുത്തു. തണുപ്പായാലും ജാക്കറ്റൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി. കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ, അത്യാവശ്യമുള്ള ഒരു സ്നാക്കും എടുത്തു. പിന്നെ ബർഗറുള്ള സാൻഡ്വിച്ചും എടുത്തു. വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ഇരുട്ടായി.
5 മണി ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ രാത്രി ആയിട്ടുണ്ടോ, നല്ല ഇരുട്ടായി. സോ നമ്മൾ വിചാരിക്കുന്നത് ഇന്നിപ്പം അവിടെ പോയി എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് അവിടെ തന്നെ സെറ്റിൽ ഡൗൺ ആവാമെന്നാണ്. ഇനി പുറത്തെവിടെ ഇനിയിപ്പോൾ പോകണ്ടെന്ന് വിചാരിച്ചു. നാളത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇറങ്ങാം, ക്ലൈമറ്റ് അനുസരിച്ച്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ കാണിക്കുന്നുള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല ഉറക്കമായിപ്പോ കേട്ടോ. ഞാൻ ജില്ലുവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നല്ല ക്ഷീണമായിരുന്നു, ഭയങ്കര ഉറക്കപ്പിച്ചായിരുന്നു. രാവിലെ ഒന്നും ഞാൻ രാത്രിയിൽ ശരിക്കും ഉറങ്ങിയിട്ടില്ല, ഉറക്കം ശരിയായിട്ടില്ല എനിക്ക്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഞാൻ ഒരു അരമണിക്കൂറോളം ഉറങ്ങി. അത്രയും ക്ഷീണം ഉള്ളത് കൊണ്ട്, ഉറക്കം വരുന്നത് കൊണ്ട് മാത്രം കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് എണീറ്റു, തന്നെ ഞെട്ടി എണീറ്റു. എന്നെ വിളിച്ചൊന്നുമില്ലെങ്കിൽ പിന്നെ എണീറ്റതിന് ശേഷം ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ചില്ല് ചെയ്യുമായിരുന്നു. കാരണം അവനും ഉറക്കം വല്ലതും വന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടേ ഞാനും കൂടെ എണീറ്റിരുന്ന് അങ്ങനെ അങ്ങ് നമ്മൾ വണ്ടി ഓടിച്ചോടം വരെ എത്തി. വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. സ്കാബ്രോയിൽ നിന്നൊരു ഹാർഡ്ലി 1.5 hours അല്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ, അടിപൊളി വീടുകളാണ് ഉള്ളിലോട്ടാണെങ്കിലും. നമുക്ക് ഇത് കണ്ടോ, ഇങ്ങോട്ട് വരുന്തോറും പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. ഇത്ര നേരം വീടുകളായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വീടുകളൊക്കെ പെട്ടെന്ന് നിന്നുപോയി. വീടുകളുണ്ട്, പക്ഷെ എന്തായാലും ഭയങ്കരമായിട്ട് കുറഞ്ഞു. അത്ര ഈ ഏരിയ വന്നുകൊണ്ടിരുന്ന ഏരിയയിൽ മൊത്തം 2 സൈഡിലും വീടുകളായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. നമ്മുടെ ക്യാബിന് തൊട്ട് ഫ്രണ്ടിലൊന്നും പാർക്കിംഗ് ഇല്ല, അത് താഴെ ഇട്ടിട്ട് നടന്ന് മേളിൽ വലിഞ്ഞു കയറണം എന്നാണ് പറയുന്നത്. തണുപ്പത്ത് നല്ല രസമായിരിക്കും വലിഞ്ഞു കയറൽ. ഇതൊക്കെ ഉണ്ടോ ഈ വീടുകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുന്ന ക്രിസ്മസ് പ്രമാണിച്ച് ഉണ്ടോ, നല്ല രസമാണ്. വീട്ടിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് രാത്രിയിൽ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്, സ്പെഷ്യൽ ഭംഗിയാണ് അത് കാണാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. ഇതുണ്ടോ പാർക്കിംഗ് എഴുതി വെച്ചേക്കുന്നത്. നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഷാർപ്പ് റൈറ്റിൽ കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഈ കയറ്റം കയറി മേളിൽ പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യാ കണ്ടിട്ടായേ, അവിടെ വരെ പാർക്ക് ചെയ്യാൻ പാടില്ലായിരിക്കും, ഇവിടെ നിർത്തണം എന്നായിരിക്കുന്നത്. എൻ്റെ മൂക്ക് കണ്ടോ, ബ്ലഷിൻ്റെ ആവശ്യമൊന്നുമില്ല, നാച്ചുറലായിട്ട് ചുമന്നോളൂ ഇനി. സോ എന്താ പ്രശ്നം വരുന്ന വെച്ചാൽ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ക്യാബിൻ കാണുന്നില്ല എവിടെയാണെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു നോക്കി, പ്രോപ്പറായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടില്ല ഈ ക്യാബിൻ ഇന്ന സ്ഥലത്താണ്, വെൽക്കം ടു ദിസ് പ്ലേസ് എന്ന് പറഞ്ഞ് എവിടെയും കണ്ടില്ല. ബോർഡ്സ് ഒന്നും കാണാത്തതുകൊണ്ട് 388 ആണ് നമ്പർ എന്ന് മാത്രമേ അറിയാം. ഇവിടെ വന്ന് കാർ അവിടെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. സോ മഞ്ഞത്ത് കാർ പാർക്ക് ചെയ്യാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ എന്താ അവസ്ഥ എന്നാണ് അതിനെപ്പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നത് ഗൈസ്. നമ്മളൊന്ന് ഇറങ്ങി നടന്നു നോക്കി, നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ക്യാബിൻ ഇവിടുന്ന് മേളിലാണെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ വരെ നടന്നു പോയി നോക്കി, ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇത് തന്നെയാണ്. റെഡ് കളർ ക്യാബിനാണ്. സോ റെഡിൻ്റെ കുറച്ച് കണ്ടു, അതുകൊണ്ട് തിരിച്ചോടിപ്പോയി കാർ എടുത്തുകൊണ്ട് വന്നത്. ഇനി കാറിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം എടുത്താൽ മല കയറി പോകണം. അമ്മേ തണുപ്പ് -18 സംതിങ് ആണ്. ഫീൽഡ്സിലേക്ക് കയ്യിലും കൂടുതലായിരിക്കും. കുറച്ച് നേരം പുറത്തു നിന്നുള്ളെങ്കിലും ഫ്രീസായി പോയി ആക്ച്വലി. ജാക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. ഞങ്ങൾ 2 പേരും. ഇത് കണ്ടോ, കിരൺ അന്റാർട്ടിക്കിൽ നിന്ന് വന്ന ആളെ പോലും ഉണ്ട്. പാർക്ക് ചെയ്തില്ലേ? മതി. കാര്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം, അത്യാവശ്യമുള്ള വായോ. ഇതാണ് ഞങ്ങളുടെ ക്യാബിൻ. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കൊന്നും കാണുന്നില്ല, കുറച്ച് ലൈറ്റ്സ് മാത്രമേ കാണാവൂ. അപ്പോൾ ബാഗെല്ലാം കൊണ്ടുവച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്ത് വന്ന് നോക്കാം. ഹലോ ഗൈസ്, ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി കൊടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ഇരുട്ടായിരുന്നു. പുറത്തിന് കയ്യിൽ ഞങ്ങൾ 2 പേരുടെ കയ്യിൽ 2 ബോക്സും പിന്നെ ബാക്ക് പാക്കും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾക്ക് അതൊന്നും വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. മൊത്തം ഇരുട്ടായിരുന്നു. അപ്പം നമ്മുടെ ക്യാബിൻ്റെ ഇവിടെ ആക്ച്വലി ഏറ്റവും ടോപ്പ് വശത്താണ് നമ്മുടെ ക്യാബിൻ. ഇവിടെ തന്നെ കുറേ വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. ഇപ്പം മഞ്ഞായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഏരിയ മൊത്തം ക്യാമ്പ് ഫയറിനുള്ള സിറ്റിങ്സ്, പിന്നെ അതുപോലെ ഹോട്ട് വാട്ടർ ടബ് ഇല്ലെങ്കിൽ നമുക്ക് നിന്ന് കുളിക്കാൻ പറ്റുന്ന ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സംഭവമുണ്ട്, ഷവറുണ്ട്. പിന്നെ സിങ്കെല്ലാം പുറത്താം.
പിന്നെ ഔട്ട് ഹൗസ് ഉണ്ട് പുറത്ത്. പിന്നെ ഇരിക്കാനുള്ള ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഈ സമയം ആയതുകൊണ്ടൊന്നും ശരിക്കും വ്യക്തമായില്ല, പക്ഷെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമായിട്ട് തന്നെ ലൈറ്റ്സ് ഒക്കെ വെച്ചേക്കുന്ന പുറത്ത് ഞാൻ കാണിച്ചു തരാം. വീട്ടിലോട്ട് വന്നു കയറുന്ന നമുക്ക് ചൂട് എടുക്കാൻ തുടങ്ങി. അപ്പം തന്നെ ഗ്ലൗസ് ഒക്കെ മാറ്റി, ജാക്കറ്റൊക്കെ മാറ്റി. സോ നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി മേളിലോട്ട് കയറിയത്. ചെറിയൊരു എന്താ പറയുക, ലോഫ്റ്റ് പോലെ ബെഡൊക്കെ ഉണ്ട്. സോ ഭയങ്കര കോസി ആട്ടോ. ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബെഡൊക്കെ നമ്മളൊരു ക്വിൽറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അതും എടുക്കണം ഇനി. നമുക്ക് ഇനിയിപ്പം ഫുഡ് കഴിക്കേണ്ട സമയമായി, കാരണം നാളെ ഞങ്ങൾ നേരത്തെ എണീക്കും. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മളൊന്നും കണ്ടില്ലല്ലോ, ഇരുട്ടായി പോയില്ലേ. അപ്പോൾ നമുക്ക് പതുക്കെ താഴോട്ട് ഇറങ്ങാം. ഇല്ല, എനിക്കറിയില്ല. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ കാർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഗെയിം കളിക്കാനായിട്ട്. നമ്മളിവിടെ ജാക്കറ്റ്സ് ഒക്കെ തൂക്കിയിട്ടു. പിന്നെ ഇവിടെ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ. ഇതുണ്ടോ, അവിടെയാണ് നമ്മുടെ കോസി ബെഡ് ഉള്ളത്. അതേപോലെ തിരിഞ്ഞു കാണിച്ചു കൊടുക്കുക. വാള് ഇത്രയും ഹൈറ്റ് ഉണ്ട് കണ്ടോ, അതിൻ്റെ അത്രയും തന്നെ ഹൈറ്റ് ഉണ്ട് ഇപ്പുറത്തും. സോ നല്ല വ്യൂ ആയിരിക്കും രാവിലെയൊക്കെ. നമുക്കിപ്പോൾ ഈ സമയം ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പം നമുക്ക് പുറത്തൊന്ന് ചുമ്മാ ഇറങ്ങിയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ക്വിൽറ്റ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ക്വിൽറ്റൊക്കെ എടുക്കണം. പിന്നെ നമ്മൾ സ്നാക്സ് കൊണ്ടുവന്നായിരുന്നു. ഡോറിറ്റോസൊക്കെ നമ്മൾ ഓൾറെഡി പൊട്ടിച്ചു. വീട്ടിൽ കയറി വന്നപ്പോഴേ നമ്മൾ ജാക്കറ്റൊക്കെ ഊരി, ഷൂസ് ഊരി. നമ്മൾ സ്നോ ഷൂസ് അല്ല എടുത്തത്. നമ്മൾ ഇവിടുത്തെ വെതറൊക്കെ നോക്കിയിട്ട് ഒരുപാട് സ്നോ പൈലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം സ്നോ ഷൂസ് എടുത്താൽ മതിയല്ലോ. നമ്മളല്ലാത്ത നോർമൽ ഷൂസ് എടുത്തിട്ട് വന്നത്. കാറിൽ കിടപ്പുണ്ട് ഇൻ കേസ് സ്നോ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇടാനായിട്ട്. പുതിയ ജാക്കറ്റ് നല്ല രസമുണ്ട് ഈ ജാക്കറ്റ്. ക്യാമറയൊക്കെ എടുത്തിട്ടാണ് വന്നത്. എൻ്റെ ബാഗ്, എനിക്കാണെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. കണ്ടോ, ബാഗ് നിറച്ച സാധനങ്ങളുണ്ട്. കോഫി മേക്കറുണ്ട്, ടോസ്റ്ററുണ്ട്, പിന്നെ ചെറിയൊരു സ്റ്റൗ ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചൂടാക്കണമെങ്കിൽ. ഇവിടെ ഒരു ചെറിയ പാനും തന്നിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ്, കെറ്റിൽ എല്ലാം ഉണ്ട്. പിന്നെ ഈ ഷെൽഫ് തുറക്കുമ്പോൾ അത്യാവശ്യത്തിനുള്ള കോഫി പൗഡർ, സോൾട്ട്, ഷുഗർ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പിന്നെ സ്പാച്ചുല, എല്ലാ തവികളും ഉണ്ട്. തവികൾ എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് മഗ്ഗും കപ്പും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കിച്ചൺ ഏരിയയിലുള്ളത്. എന്താ അന്റാർട്ടിക്കയിൽ പോവാണോ എൻ്റെ കൊച്ചെ? പുറത്തൊന്ന് ഇറങ്ങിയിട്ട് വരാം. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ. ഫുഡ് നമ്മളിതേ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് ഉണ്ട്. നമ്മൾ പുറത്തൊക്കെ ഒന്ന് തണുപ്പായിട്ട് നമ്മൾ കുറച്ച് നേരം സ്റ്റാർ ഗേസിംഗ് ഒക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് അത്രയും അടിപൊളിയായിട്ടൊരു വ്യൂ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ അത് മിസ് ചെയ്യില്ലേ. സോ കുറച്ച് നേരം സ്റ്റാർ ഗേസിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ സിനിമയൊക്കെ കാണാൻ പോവുക. നമ്മൾ കുറച്ച് മൂവീസ് ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്നത് കാണണം. കണ്ട് ഉറങ്ങിപ്പോകുന്നു. അതൊന്നും നല്ല ക്ഷീണമുണ്ട്. ഉറങ്ങാൻ പോവാ. ഇനി കൂടുതൽ വ്ളോഗ് ചെയ്യാനുള്ള ആരോഗ്യമില്ല. സോ ഇനി നാളെ എണീക്കുമ്പോൾ കാണാം നമുക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലത്തെ വ്യൂ കണ്ടോ? ഞാൻ കാണുന്നത് ഇതാണ് ഗൈസ്. വാവ്. ഇതിൻ്റെ അകത്ത് ചൂടായതുകൊണ്ട് ഭയങ്കര കോസി ആയിരുന്നു. പുറത്ത് തണുപ്പാണെങ്കിലും ഇങ്ങനെ. പിന്നെ നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു, ട്രാവലൊക്കെ ചെയ്തില്ലേ. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി. ഇപ്പം എണീറ്റേ ഉള്ളൂ. എണീറ്റപ്പോൾ തന്നെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങുകയാണ്. 8:07 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ ഓൾറെഡി എണീറ്റ് താഴെ പോയി മോർണിംഗ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പതുക്കെ എണീറ്റ് അങ്ങോട്ട് പോവാം. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇറങ്ങാം. അല്ലെങ്കിൽ ഞാൻ പിന്നെ നമ്മളിങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 11 o'clock ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. അതിന് മുന്നേ എന്തായാലും ഇവിടെ എല്ലാം നമ്മൾ കിടന്ന സ്ഥലമെല്ലാം ക്ലീൻ ചെയ്ത് ബെഡൊക്കെ മടക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. അമ്മേ, നല്ല വെയിറ്റ് ഉണ്ട്. എന്താ
ഓക്കെ. ഇതാണ് നമ്മുടെ ഔട്ട് ഹൗസ്. ഔട്ട് ഹൗസ് എന്ന് വെച്ചാൽ വാഷ്റൂമാണ് കേട്ടോ. മിക്ക ക്യാബിൻസിൻ്റെ അകത്തായിരിക്കില്ല, പുറത്ത് ഇതേപോലെ കുറച്ച് മാറിയായിരിക്കും ഔട്ട് ഹൗസ് ഉണ്ടാവുക. നമ്മുടെ ക്യാബിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇതേപോലെ ഇരിക്കാനുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. പക്ഷേ രാത്രി നല്ല തണുപ്പായിരുന്നു പുറത്ത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും വന്നിരുന്നില്ല. ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാതെ കൊണ്ടുപോകാനുള്ള വേസ്റ്റ് ഞങ്ങൾ കാറിലാക്കി എടുത്തു. സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്തെടുത്ത് വെച്ചു. ബാഗ് ഓൾറെഡി കിരൺ കൊണ്ട് കാറിൽ വെച്ചു. കാറ് ഓൺ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടത് തിരിച്ചു വന്ന് തണുത്ത് നിൽക്കുന്നുണ്ടോ? കാല് ചൂടാക്കിക്കൊണ്ടിരിക്കുക, ഫ്രീസായിപ്പോയി. അത് ഹീറ്ററാട്ടോ, ഒരു കുട്ടി ഹീറ്ററാണ്. ക്യാബിൻ മൊത്തം ചൂടാക്കുന്ന ഹീറ്ററാണ്. സോ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഞാനും കിരണും ഫുൾ റെഡിയായി. ഇനി ഞങ്ങൾ ഇറങ്ങുക. ഓൾറെഡി നമ്മൾ ക്യാബിനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. സോ ഗ്ലൗസും കൂടി ഇട്ട് കഴിഞ്ഞ് ഇറങ്ങുവാണ്. നല്ല ഫ്രീസിങ് തണുപ്പാണ് പുറത്ത്, അപ്പോൾ നമുക്ക് കൈ ബെയർ ഹാൻഡഡ് ആയിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. സോ ഞാൻ ഗ്ലൗസൊക്കെ ഇടാൻ പോവാ. ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഫോണെടുത്ത് വ്ളോഗ് ചെയ്യാനൊന്നും പറ്റില്ല. സാധനങ്ങളെല്ലാം വെച്ച് കാറിൽ കയറിയിട്ട് കാണാം. നമ്മളെങ്ങനെയാ കാറിൽ കയറാൻ നമുക്ക് അറിയും. ഓൾറെഡി ഹീറ്റഡ് അപ്പ് ആയിരുന്നത് കൊണ്ട് നമുക്ക് കാറിൽ കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് കാറിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി. കാറിൽ കയറുന്നവരെ അവിടെ നടത്തമുണ്ടല്ലോ, ആ നടത്തുമായിരുന്നു ഡിസാസ്റ്റർ. പിന്നെ ഒരു ഇറക്കമായിരുന്നേ. ഇറക്കം ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങില്ലെങ്കിൽ നമ്മൾ സ്നോ ഷൂസും അല്ല ഇട്ടേക്കുന്നത്, നോർമൽ ഷൂസും കൂടെ ആയതുകൊണ്ട് മഞ്ഞും കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഇപ്രാവശ്യം. വേറെ വഴിയാണ് ഇറങ്ങിയത്, 2 വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ട് പൈലപ്പായിട്ട് കിടക്കുമായിരുന്നു കുറച്ച്. അപ്പോൾ ഇച്ചിരി പാടായിരുന്നു ഇറങ്ങാൻ. കുഴപ്പമില്ല. ഞങ്ങളിനി ടിമ്മോ എന്തെങ്കിലും കോഫി ഷോപ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാപ്പ് നോക്കുന്നുണ്ട്. സോ അടുത്തിനി എവിടെയാണോ ഉള്ളത് അവിടെ നിർത്തി ഒരു കോഫി കുടിച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് റിലീഫ് കിട്ടും. പിന്നെ ചെറുതായിട്ട് വിശക്കാണെങ്കിൽ ഓൾറെഡി 10 മണിയായ ഇവിടെ. സോ എല്ലാ ഷോപ്പും ഉണ്ടോ എന്ന് നോക്കുവാണ് പ്ലീസ്. ഹലോ ഗൈസ്, ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. വരുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഫുഡ് കഴിക്കാനല്ല, ആക്ച്വലി കോഫി കുടിക്കാൻ നിർത്തി സ്റ്റാർബക്സിൽ. ചെറിയൊരു ഹോൾട്ട് ചെയ്തു കുറച്ച് നേരം. നമ്മൾ വരുന്ന വഴിക്ക് ബസീനും ജോയിനും കണ്ടു. ഒരു മലയാളി കടയിൽ റെസ്റ്റോറൻറ്റിൽ മലയാളി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിർത്തിയായിരുന്നു. സോ അവിടെ വെച്ചിട്ട് ബസീനും ജോയിനൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോൾ വരുന്ന വഴിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. സോ വേഗം വീട്ടിലെത്തിക്കാന്നുള്ളൊരു ടാർഗറ്റായിരുന്നു കിരണിന്. സോ നമ്മൾ വീട്ടിലൊക്കെ ഇതേ സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലായിടത്തും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, നമ്മുടെ ബൂട്ട്സ് ഒക്കെ കൊണ്ടുപോയി. പക്ഷേ ബൂട്ട്സ് എടുക്കേണ്ടി വന്നില്ല. നമ്മൾ ഈ ഇപ്പോൾ ഉള്ള ഷൂസിലാണ് പോയതൊക്കെ. നമുക്ക് അത്രയും പൈലപ്പ് ആവാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചില്ല ഇതിൻ്റെ ആവശ്യം വരും, പക്ഷെ അതായിരുന്നു എടുക്കേണ്ടിയിരുന്നു. ഓക്കെ, അപ്പം ബാഗ് ഇതിലാണ് നമ്മൾ ബോക്സ്, ഞങ്ങളിത് കാണിച്ചതല്ലോ അല്ലേ, ബോക്സിലൊക്കെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി എല്ലാം ഇനി വീട്ടിലോട്ട് കൊണ്ടുപോകണമെല്ലാം കവറിലാക്കി വെച്ചു. അപ്പം ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകും. ബോക്സൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വെക്കുക. ഇനിയിപ്പോൾ അടുത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ആവശ്യം വരുമല്ലോ. ഇപ്പോൾ അത്യാവശ്യമുള്ളത് മാത്രം വീട്ടിലോട്ട് കൊണ്ടുപോവുക. സോ നമ്മളിനി വീട്ടിലോട്ട് പോട്ടെ. നല്ല ക്ഷീണോടൊന്ന് കുളിക്കുക, കിടക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മളൊരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ ഉള്ളത്. സോ ഇനി അടുത്ത വ്ളോഗ് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.